ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ക്രിസ്റ്റി എബ്രഹാം. പ്രധാന വാർത്തകൾ. രാജ്യത്തെ സമ്പദ് വ്യവസ്ഥയിൽ കാർഷിക മേഖലയ്ക്ക് പ്രഥമ സ്ഥാനമാണുള്ളതെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി ക്രെംലിനിൽ കൂടിക്കാഴ്ച നടത്തി വിദേശകാര്യമന്ത്രി S ജയശങ്കർ. പൊന്നോണത്തെ വരവേൽക്കാനൊരുങ്ങി മലയാള നാട്. നാളെ ഉത്രാടം. സംസ്ഥാനതല ഓണം വാരാഘോഷത്തിന് തിരുവനന്തപുരത്ത് തുടക്കമായി. മംഗലുരുവിനെ പാലക്കാട് ഡിവിഷനിൽ നിന്നും മൈസൂരു ഡിവിഷനിലേക്ക് മാറ്റാനുള്ള റെയിൽവേ ബോർഡിന്റെ തീരുമാനം പുനഃപരിശോധിക്കണമെന്ന് ആവശ്യപ്പെട്ട് പ്രധാനമന്ത്രിക്ക് കത്തയച്ച് മുഖ്യമന്ത്രി VD സതീശൻ. കേരളത്തിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 7 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മറ്റന്നാൾ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. FIH ഹോക്കി ലോകകപ്പിൽ ഇന്ത്യൻ പുരുഷ ടീം അർജന്റീനയെ നേരിടുന്നു. വാർത്തകൾ വിശദമായി. രാജ്യത്തെ സമ്പദ് വ്യവസ്ഥയിൽ കാർഷിക മേഖലയ്ക്ക് പ്രഥമ സ്ഥാനമാണുള്ളതെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. രാജ്യത്തെ ജനിതകമാറ്റം വരുത്താത്ത ആദ്യ ഹൈ എക്സ്പാൻഷൻ പോപ്കോൺ ചോള സങ്കരയിനം വിത്ത് ആന്ധ്രാപ്രദേശിലെ മുസനൂരിൽ പുറത്തിറക്കുകയായിരുന്നു അദ്ദേഹം. ഈ നേട്ടം ഇന്ത്യൻ കർഷകരുടെ സംരംഭകത്വ ശക്തിയെ പ്രതിഫലിപ്പിക്കുന്നതായി പറഞ്ഞ ഉപരാഷ്ട്രപതി കൃഷി കൂടുതൽ സാങ്കേതിക വിദ്യാധിഷ്ഠിതവും ലാഭകരവുമായി മാറണമെന്നും അഭിപ്രായപ്പെട്ടു. I appreciate both the state and the central governments for their various schemes for safeguarding the interest of farmers, like PM Kisan Samman Nidhi, PM Fasal Bima Yojana, Kisan Credit Card schemes, and many others. National Food Security and Nutrition Mission also ensures seed certification, integrated nutrient and pest management, and farm mechanization assistance and field demonstrations for maize farmers. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി ക്രെംലിനിൽ കൂടിക്കാഴ്ച നടത്തി വിദേശകാര്യമന്ത്രി S ജയശങ്കർ. ഇന്ത്യ റഷ്യ ബന്ധം ശക്തിപ്പെടുത്തുന്നതിനെക്കുറിച്ചും സുപ്രധാന മേഖലകളിലേക്ക് സഹകരണം വ്യാപിപ്പിക്കുന്നത് സംബന്ധിച്ചും ചർച്ചകൾ നടന്നു. ഉഭയകക്ഷി വ്യാപാരം, ആണവ സഹകരണം, ഊർജ്ജം, രാസവളം തുടങ്ങിയ മേഖലയിലെ പങ്കാളിത്തവും ചർച്ചയായി. ഇന്ത്യയിലേക്കുള്ള രാസവള വിതരണം വർദ്ധിപ്പിക്കുമെന്നും ഇന്ത്യൻ കർഷകർക്ക് എല്ലാ പിന്തുണയും നൽകുമെന്നും വ്ളാഡിമിർ പുടിൻ അറിയിച്ചു. 2 ദിവസത്തെ സന്ദർശനത്തിനായി റഷ്യയിലെത്തിയ ശ്രീ ജയശങ്കർ റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവുമായും കൂടിക്കാഴ്ച നടത്തും. ഇന്ത്യ ചൈന അതിർത്തി വിഷയം ഉൾപ്പെടെ ചർച്ച ചെയ്യുന്നതിനുള്ള 25ാമത് പ്രതിനിധി ചർച്ചയിൽ പങ്കെടുക്കുന്നതിനായി ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ ഇന്ന് ബെയ്ജിംഗിലെത്തി. അതിർത്തി സംബന്ധമായ പ്രശ്നങ്ങൾക്ക് പുറമെ പ്രാദേശിക അന്താരാഷ്ട്ര വിഷയങ്ങളും ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ്ങിയുമായി ശ്രീ ഡോവൽ ചർച്ച നടത്തും. ചൈനീസ് വൈസ് പ്രസിഡന്റ് ഹാൻ ഷെങ്ങുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. പൊന്നോണത്തെ വരവേൽക്കാൻ ഒരുങ്ങി മലയാള നാട്. കാത്തിരിപ്പിനൊടുവിൽ മറ്റന്നാൾ തിരുവോണം വന്നെത്തുന്നതിന്റെ ഉത്സാഹത്തിലാണ് നാടും നഗരവും. അവസാനവട്ട ഒരുക്കങ്ങളുടെ ഓണപ്പാച്ചിലുമായി നാളെയാണ് ഉത്രാടം. ടൂറിസം വകുപ്പ് സംഘടിപ്പിക്കുന്ന സംസ്ഥാനതല ഓണം വാരാഘോഷത്തിന് തിരുവനന്തപുരത്ത് ഇന്ന് വർണ്ണാഭമായ തുടക്കമായി. നിശാഗന്ധിയിൽ നടന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി VD സതീശൻ ഓണം വാരാഘോഷം ഉദ്ഘാടനം ചെയ്തു. ചലച്ചിത്ര നടൻ കുഞ്ചാക്കോ ബോബൻ ചടങ്ങിൽ വിശിഷ്ടാതിഥിയായി. ഓണം വാരാഘോഷത്തിന്റെ ഈ മാസം 30-ന് നടക്കുന്ന സമാപന ചടങ്ങിൽ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണനും ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറും പങ്കെടുക്കും. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്. കേരളത്തിന്റെ സാംസ്കാരിക വൈവിധ്യവും പാരമ്പര്യവും കലാപൈതൃകവും വിനോദസഞ്ചാര സാധ്യതകളും ഒരുമിച്ച് അവതരിപ്പിക്കുന്ന തരത്തിലാണ് സർക്കാരിന്റെ ഓണം വാരാഘോഷം ഇത്തവണ ഒരുക്കിയിരിക്കുന്നത്. നടി ശോഭനയുടെ പ്രത്യേക നൃത്ത പരിപാടിയോടെയാണ് ഓണം വാരാഘോഷത്തിന് തുടക്കമായത്. 7 ദിവസങ്ങളിൽ വിവിധ വേദികളിലായി 340-ലേറെ പരിപാടികളാണ് അരങ്ങേറുന്നത്. ഇത്തവണ കോവളത്തെയും ഓണാഘോഷത്തിന്റെ പുതിയ വേദിയായി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കവടിയാർ, അട്ടക്കുളങ്ങര, ശാസ്തമംഗലം എന്നിവിടങ്ങളെ ബന്ധിപ്പിച്ചുള്ള വൈദ്യുത ദീപാലങ്കാരമാണ് ഓണം വാരാഘോഷത്തിന്റെ മറ്റൊരു ആകർഷക കാഴ്ച. ഈ മാസം 30-ന് നടക്കുന്ന ഘോഷയാത്ര അവിസ്മരണീയമായ ദൃശ്യവിരുന്നാകും. ഓണാഘോഷ പരിപാടികൾ പൂർണ്ണമായും ഗ്രീൻ പ്രോട്ടോകോൾ പാലിച്ചാണ് സംഘടിപ്പിച്ചിരിക്കുന്നത്. പാലക്കാട് റെയിൽവേ ഡിവിഷനിൽ നിന്നും മംഗലുരു സ്റ്റേഷൻ ഉൾപ്പെടെയുള്ള ഭാഗങ്ങൾ മൈസൂരു ഡിവിഷനിലേക്ക് മാറ്റാനുള്ള റെയിൽവേ ബോർഡിന്റെ തീരുമാനം പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രി VD സതീശൻ പ്രധാനമന്ത്രിക്ക് കത്തയച്ചു. കേരളത്തിന്റെ റെയിൽവേ അടിസ്ഥാന സൗകര്യ വികസനത്തെയും ഭാവി വികസന സാധ്യതകളെയും ബാധിക്കാവുന്ന ഇത്രയും പ്രധാനപ്പെട്ട തീരുമാനം സംബന്ധിച്ച് കേരള സർക്കാരുമായി യാതൊരു കൂടിയാലോചനയും നടത്താതെയാണ് റെയിൽവേ ബോർഡ് തീരുമാനമെടുത്തതെന്ന് കത്തിൽ പറയുന്നു. CBSEയുമായി ബന്ധപ്പെട്ട വിവിധ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിനായി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി പ്രഹ്ലാദ് ജോഷിയുടെ അധ്യക്ഷതയിൽ ന്യൂഡൽഹിയിൽ സ്കൂൾ വിദ്യാഭ്യാസ വകുപ്പിലെ മുതിർന്ന ഉദ്യോഗസ്ഥരുടെ യോഗം ചേർന്നു.
CBSEയുടെ കാര്യക്ഷമതയും സുതാര്യതയും ഉറപ്പുവരുത്തുന്നതിനൊപ്പം അക്കാദമിക പ്രവർത്തനങ്ങളും പരീക്ഷാ ഭരണനിർവഹണ പ്രക്രിയകളും ശക്തിപ്പെടുത്തുന്നത് സംബന്ധിച്ച് യോഗത്തിൽ ചർച്ച നടന്നു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. ആക്രമണകാരികളും രോഗബാധിതവുമായ തെരുവ് നായ്ക്കളുടെ ദയാവധം സംബന്ധിച്ച് ഏകീകൃത മാനദണ്ഡം പുറപ്പെടുവിച്ച് സംസ്ഥാന സർക്കാർ. ഇതു സംബന്ധിച്ച സുപ്രീംകോടതി നിർദ്ദേശം നടപ്പാക്കുന്നതിന്റെ ഭാഗമായാണ് നടപടി. പേവിഷബാധയുള്ളതോ ചികിത്സിച്ച് മാറ്റാനാകാത്ത രോഗബാധയുള്ളതോ ഗുരുതരമായി പരിക്കേറ്റവയോ ആക്രമണകാരികളോ ആയ നായകളെ മാത്രമേ ദയാവധത്തിന് വിധേയമാക്കാൻ പാടുള്ളൂ എന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് കഴിഞ്ഞ ദിവസം പുറത്തിറക്കിയ ഉത്തരവിൽ പറയുന്നു. സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്ക് സാധ്യത. ഇന്ന് ഇടുക്കി, എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും മറ്റു ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രഖ്യാപിച്ചു. നാളെ 9 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ജില്ലകളിലെ തീരപ്രദേശങ്ങളിൽ കടലാക്രമണത്തിന് സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്ര വിവര വിശകലന കേന്ദ്രം അറിയിച്ചു. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മറ്റന്നാൾ വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയുണ്ടെന്ന കാലാവസ്ഥാ മുന്നറിയിപ്പിന്റെ പശ്ചാത്തലത്തിൽ അടിയന്തര സാഹചര്യം നേരിടാൻ ജില്ലാ ഭരണകൂടങ്ങൾക്ക് റവന്യൂ മന്ത്രി AP അനിൽകുമാർ നിർദ്ദേശം നൽകി. ഓണക്കാലത്തെ വരവേൽക്കാൻ ഇടുക്കിയുടെ മലനിരകളിൽ കാശിത്തുമ്പപ്പൂക്കൾ വസന്തം തീർക്കുന്നു. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിലെ ഗ്യാപ് റോഡിലാണ് ഇംബേഷ്യസ് മാക്കുലേറ്റ എന്ന ശാസ്ത്രനാമമുള്ള പുള്ളിക്കാശിത്തുമ്പകൾ കൂട്ടത്തോടെ പൂത്തിരിക്കുന്നത്. ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ തയ്യാറാക്കിയ റിപ്പോർട്ട്. ഹൈറേഞ്ചിന്റെ വഴിയോരങ്ങളിലും അരുവികളുടെ തീരങ്ങളിലും ഇളം പിങ്ക് നിറത്തിൽ സമൃദ്ധമായി വിരിഞ്ഞു നിൽക്കുന്ന കാശിത്തുമ്പകൾ കാഴ്ചക്കാരുടെ മനം കവരുന്നവയാണ്. ധാരാളം മഴയും തണുപ്പും ആവശ്യമായ ഈ സസ്യത്തെക്കുറിച്ച് നിരവധി സസ്യശാസ്ത്രജ്ഞർ പഠനങ്ങൾ നടത്തിയിട്ടുണ്ട്. മൂപ്പെത്തിയ വിത്തുകൾ സ്വയം പൊട്ടിത്തെറിച്ച് പുതിയ ചെടികൾ വളരുന്ന പ്രത്യേകതയും ഇവയ്ക്കുണ്ട്. എങ്കിലും മനുഷ്യന്റെ കടന്നുകയറ്റവും കാലാവസ്ഥാ വ്യതിയാനവും മൂലം ഈ അപൂർവ പുഷ്പങ്ങൾ ഇന്ന് രൂക്ഷമായ വംശനാശ ഭീഷണി നേരിടുകയാണ്. പ്രകൃതിയുടെ ഈ അപൂർവ നിധിയെ സംരക്ഷിക്കേണ്ടത് വരും തലമുറയ്ക്കായി അത്യാവശ്യമാണെന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. ഗാന്ധി ജയന്തി ദിനമായ ഒക്ടോബർ 2 മുതൽ തമിഴ്നാട്ടിലെ ഓർഡിനറി, ലിമിറ്റഡ് സ്റ്റോപ്പ്, ഡീലക്സ്, പോയിന്റ് ടു പോയിന്റ്, മുഫ്യൂസിൽ ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൌജന്യ യാത്ര പ്രഖ്യാപിച്ച് മുഖ്യമന്ത്രി ജോസഫ് വിജയ്. ട്രാൻസ്ജെൻഡറുകൾക്കും ഈ സൌകര്യം ഉപയോഗിക്കാമെന്ന് നിയമസഭയിൽ നടത്തിയ പ്രസ്താവനയിൽ അദ്ദേഹം വ്യക്തമാക്കി. ബീഹാറിലെ താഴ്ന്ന പ്രദേശങ്ങളെ പ്രളയത്തിലാഴ്ത്തി ഗംഗാനദിയിൽ ജലനിരപ്പ് തുടർച്ചയായി ഉയരുന്നു. പട്ന, വൈശാലി, ഭോജ്പൂർ, ബക്സർ, ഭഗൽപൂർ, മുൻഗർ, സമസ്തിപൂർ, ബെഗുസാരായ് ജില്ലകളിൽ ഗംഗ കരകവിഞ്ഞൊഴുകുകയാണ്. 100 കണക്കിന് ഏക്കർ സ്ഥലത്തെ കൃഷി നശിച്ചതായാണ് റിപ്പോർട്ടുകൾ. കൊളംബോയിൽ നടക്കുന്ന ഇന്ത്യ-ശ്രീലങ്ക ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പരയിലെ 2ാം മത്സരത്തിൽ 503 റൺസിന് 1ാം ഇന്നിംഗ്സ് ഡിക്ലയർ ചെയ്ത ഇന്ത്യ. കനത്ത മഴ മൂലം മത്സരം നേരത്തെ അവസാനിപ്പിക്കുകയായിരുന്നു. 2ാം ദിനമായി ഇന്ന് കളി അവസാനിക്കുമ്പോൾ ശ്രീലങ്ക 1ാം ഇന്നിംഗ്സിൽ 2 വിക്കറ്റിന് 8 റൺസ് എന്ന നിലയിലാണ്. 2 ടെസ്റ്റുകളുള്ള പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യയ്ക്കായിരുന്നു ജയം. FIH ഹോക്കി ലോകകപ്പ് മത്സരത്തിൽ ഇന്ത്യൻ പുരുഷ ടീം അർജന്റീനയെ നേരിടുന്നു. നിലവിൽ അർജന്റീന 3 ഗോളും ഇന്ത്യ 1 ഗോളുമാണ് നേടിയിട്ടുള്ളത്. നെതർലൻഡ്സിലാണ് മത്സരം നടക്കുന്നത്. 16 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നതിന് നിരോധനം ഏർപ്പെടുത്താനുള്ള നിർദ്ദേശവുമായി ന്യൂസിലൻഡ് പ്രധാനമന്ത്രി ക്രിസ്റ്റഫർ ലക്സൺ. നിയമം ലംഘിക്കുന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾക്ക് വരുമാനത്തിന്റെ 10% വരെ പിഴ ചുമത്താൻ വ്യവസ്ഥ ചെയ്യുന്ന ബിൽ ന്യൂസിലൻഡ് പാർലമെന്റിൽ അവതരിപ്പിക്കും. ഇൻസ്റ്റഗ്രാം, ടിക്ടോക്ക്, സ്നാപ്ചാറ്റ്, ഫേസ്ബുക്ക് തുടങ്ങിയ ജനപ്രിയ പ്ലാറ്റ്ഫോമുകൾക്ക് നിരോധനം ബാധകമായിരിക്കും. ഓസ്ട്രേലിയ, കാനഡ, ബ്രസീൽ, ഇന്തോനേഷ്യ തുടങ്ങിയ രാജ്യങ്ങൾ 16 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് സോഷ്യൽ മീഡിയ നിരോധിച്ചതിന്റെ ചുവട് പിടിച്ചാണ് ഈ നീക്കം. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യത്തെ സമ്പദ് വ്യവസ്ഥയിൽ കാർഷിക മേഖലയ്ക്ക് പ്രഥമ സ്ഥാനമാണുള്ളതെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി ക്രെംലിനിൽ കൂടിക്കാഴ്ച നടത്തി വിദേശകാര്യമന്ത്രി S ജയശങ്കർ. പൊന്നോണത്തെ വരവേൽക്കാൻ ഒരുങ്ങി മലയാള നാട്. നാളെ ഉത്രാടം. സംസ്ഥാനതല ഓണം വാരാഘോഷത്തിന് തിരുവനന്തപുരത്ത് തുടക്കമായി. മംഗളൂരുവിനെ പാലക്കാട് ഡിവിഷനിൽ നിന്നും മൈസൂരു ഡിവിഷനിലേക്ക് മാറ്റാനുള്ള റെയിൽവേ ബോർഡിന്റെ തീരുമാനം പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് പ്രധാനമന്ത്രിക്ക് കത്തയച്ച് മുഖ്യമന്ത്രി VD സതീശൻ. കേരളത്തിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 7 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മറ്റന്നാൾ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. FIH ഹോക്കി ലോകകപ്പിൽ ഇന്ത്യൻ പുരുഷ ടീം അർജന്റീനയെ നേരിടുന്നു. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.